പ്രതീക്ഷകളോടെ പുതുവർഷത്തെ വരവേൽക്കാൻ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. എവിടെയായിരിക്കും ആദ്യം പുതുവർഷം എത്തുക? സമയക്രമം അനുസരിച്ചാണെങ്കിൽ പുതുവർഷം ആദ്യം എത്തുന്നത് കിരിബാത്തി എന്ന് പറയുന്ന ദ്വീപസമൂഹത്തിലാണ് പുതുവർഷം എത്തുന്നത്. അതിനുശേഷം ന്യൂസിലാൻഡിൽ ഓക്ലൻഡിൽ പുതുവർഷം വരും. പിന്നീട് പസഫിക് സമോവ ദ്വീപിലേക്ക് പുതുവർഷം വരും. ഓസ്ട്രേലിയ അങ്ങനെ പുതുവർഷം കടന്ന് ഇങ്ങനെ വരും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 കിരിബാത്തിയിൽ പുതുവർഷം പുലരുക. ശില്പ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ലോകത്തിന്റെ പുതുവർഷ വിശേഷങ്ങളും കാഴ്ചകളുമായി ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് മാനസയുമുണ്ട് പുതുവർഷത്തിന്റെ വിവരങ്ങൾ നൽകാനായി. ശില്പ, മാനസ, ഗുഡ് മോർണിംഗ്. ശില്പ, പുതുവർഷം ഇതാ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഈ പുതുവർഷം എത്തുമ്പോൾ ശില്പ എങ്ങനെയാണ് ആഘോഷിക്കാൻ പോകുന്നത്? പുതുവർഷ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? മനു, വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് 2025 നോക്കിക്കാണുന്നത്. ഈ കഴിഞ്ഞ വർഷത്തെ പ്രതീക്ഷകളൊക്കെ നിറവേറിയോ ശില്പേ? തീർച്ചയായും 2024 നല്ലൊരു വർഷമായിരുന്നു. എന്നെ സംബന്ധിച്ച് ആവശ്യത്തിന് പ്രതീക്ഷകളൊക്കെ നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ പ്രതീക്ഷകൾ 2025 മാറ്റി വെച്ചിരിക്കുകയാണ്. ബാക്കി പ്രതീക്ഷ 2025 അല്ലേ? അതെ. അപ്പൊ മൊത്തത്തിൽ 2024 അടിച്ചു പൊളിച്ചു. തീർച്ചയായും 2024 വളരെ സന്തോഷം നിറഞ്ഞ, ആഘോഷം നിറഞ്ഞ വർഷം തന്നെയായിരുന്നു. ആണല്ലേ? അപ്പൊ ഗംഭീരമായിട്ടുണ്ട്. ഇനിയിപ്പോ 2025 വരുമ്പോൾ ശില്പ അടിച്ചു പൊളിച്ച സ്ഥിതിക്ക് ലോകത്തിന്റെ മറ്റിടങ്ങളിൽ പുതുവർഷത്തിനെ കുറിച്ച് പറയണ്ടേ? ആദ്യം കിരിബാത്തിയിലാണ് പുതുവർഷം വരിക അല്ലേ? തീർച്ചയായും മനു, നമ്മളിവിടെ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടുകൂടി പുതുവർഷം ആഘോഷിക്കുമ്പോൾ, പുതുവർഷം പിറക്കുമ്പോൾ മറ്റു പല രാജ്യങ്ങളിൽ പല സമയത്താണ് പുതുവർഷം എത്തുക. അതിൽ പ്രധാനമായും ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 കിരിബാത്തി ദ്വീപിലാണ് ആദ്യം പുതുവർഷം എത്തുക. അതിനുശേഷം ന്യൂസിലൻഡിൽ 6:30 ന്യൂസിലൻഡിൽ പുതുവർഷം എത്തും. പിന്നാലെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാണ് പുതുവർഷം എത്തുന്നത്. അതോടൊപ്പം തന്നെ രാത്രി 8:30 ജപ്പാനിലും 9:30 ചൈനയും പുതുവർഷത്തെ വരവേൽക്കും. അങ്ങനെ 2025 വിവിധ സമയങ്ങളിലാണ് വിവിധ രാജ്യങ്ങളിൽ വരവേൽക്കുന്നത്. ഈ പുതുവർഷത്തെ സംബന്ധിച്ച് ഈ ഏറ്റവും അവസാനം പുതുവർഷം എത്തുന്നത് അമേരിക്കയിലെ ജനവാസമില്ലാത്ത ബേക്കർ ദ്വീപിലാണ്. ഹൗലാൻഡ് ദ്വീപുകളിൽ എന്നിവിടങ്ങളിലാണ് അവസാനമായി പുതുവർഷം എത്തുക. ഈ ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 തന്നെയാണ് UK പുതുവർഷാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുക. UK പുലർച്ചെ 5:30 പുതുവർഷം ആരംഭിക്കും. അങ്ങനെ വിവിധ സമയങ്ങളിലാണ് വിവിധ രാജ്യങ്ങൾ പുതുവർഷം ആഘോഷിക്കുക. വലിയ ആഘോഷത്തിലാണ് ലോകം മുഴുവനും. പുതുവർഷത്തെ വരവേൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് അടക്കം എല്ലാ ജില്ലകളിലും വലിയ തോതിലുള്ള ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. ഈ കൊച്ചിയെ സംബന്ധിച്ച് പുതുവർഷത്തെ വരവേൽക്കാൻ കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. ജില്ലയിലെ ഫോർട്ട് കൊച്ചിയിൽ കൂടാതെ തന്നെ കാലടിയിലും കാക്കനാടിലും കൂറ്റൻ പാപ്പാഞ്ഞിമാർ തയ്യാറാണ്. നമുക്കറിയാം, ഫോർട്ട് കൊച്ചിയിലെ പരേഡ് മൈതാനത്ത് ഇപ്രാവശ്യം പാപ്പാഞ്ഞിയെ കത്തിക്കുന്നില്ലെങ്കിലും ഈ വെളി മൈതാനത്തടക്കം ആഘോഷ പരിപാടികളെല്ലാം ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം അവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പോലീസ് അടക്കം അവിടെ വിന്യസിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മറൈൻ ഡ്രൈവ് പോലെയുള്ള ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെയും വലിയ അത്യാവശ്യം നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ 12:30 വരെയാണ് ആഘോഷ പരിപാടികൾ ഉള്ളത്. അതിനുശേഷം ആളുകൾ പിരിഞ്ഞു പോകണം. 1 മണിയോടുകൂടി അവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് വരികയാണെങ്കിൽ കോഴിക്കോട് ബീച്ചിൽ പോലീസ് നിയന്ത്രണങ്ങൾ ഈ പുതുവർഷ ആഘോഷത്തിന്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 5 മുതൽ ഗാന്ധി റോഡ്, വലിയങ്ങാടി ജംഗ്ഷൻ വരെ ഗതാഗതം അനുവദിക്കില്ല. അതിന് നിയന്ത്രണമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലായിടത്തും നിയന്ത്രണമാണ്. സിഡ്നിയിൽ എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? ഇല്ല, നിയന്ത്രണമൊന്നുമില്ല. സിഡ്നി ബീച്ചിൽ നിയന്ത്രണമൊന്നുമില്ല. ഇല്ല, തീർച്ചയായും ശില്പയുടെ ചിരി വളരെ ഭംഗിയുള്ളതാണെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ എഴുതുന്നത്. നമ്മുടെ സുഹൃത്ത് പറയുന്നു, ശില്പ ഈ ചിരി എന്നും ഉണ്ടാകട്ടെ കേട്ടോ എന്ന് പറയുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ചിരിയാന്നാ പറയുന്നത്. സന്തോഷമായില്ലേ? ഒരു ദിവസം, ഒരു വർഷം കടന്നു. വളരെ സന്തോഷമായി. ഇത് കൂടുതൽ ചിരിക്കാൻ 2025. അതെ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ശില്പ പറയുന്നതായിട്ട് ഡെസ്കിൽ ചിരിക്കാനും നമുക്ക് സമയമുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ നാട്ടുകാരെ കൂടി ചിരിപ്പിക്കാം. അപ്പോൾ സന്തോഷം.